ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു വനിതാ ഡോക്ടറെ കുറിച്ചാണ്. ആള് ചില്ലറക്കാരിയല്ല. കിക്ക് ബോക്സിംഗിൽ ദേശീയ തലത്തിൽ 2 സ്വർണ്ണ മെഡലുകൾ ഇടിച്ചിട്ടിട്ടുണ്ട് ഈ കോട്ടയംകാരി. കൂടല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജനായ ഡോക്ടർ അനുവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഠിനാധ്വാനത്തിലൂടെയാണ് അനു തന്റെ ആഗ്രഹം സഫലമാക്കിയത്. ഒരിടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഇടിയാണ്. വേണ്ടി വന്നാൽ 1-2 പേരെ ഒറ്റക്കിടിച്ചിടാനും സാധിക്കും. അതാണ് ഈ വനിതാ ഡോക്ടറുടെ പ്രത്യേകത. ഡോക്ടർ വന്ദനാദാസിന് ജോലിക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ തീരുമാനിച്ചതാണ് ചെറുത്തുനിൽപ്പിന് ഇങ്ങനെ എന്തെങ്കിലും പഠിക്കണമെന്ന്. ആ ആഗ്രഹത്തിനൊപ്പം ഭർത്താവ് ജിഷ്ണുവും കുടുംബവും നിന്നതോടെ എല്ലാം മാറി മറിഞ്ഞു. 3 വർഷം കൊണ്ട് ഒരു പ്രൊഫഷണൽ കിക്ക് ബോക്സറായി മാറി അനു ഡോക്ടർ. നമ്മുടെ വന്ദനയുടെ വിയോഗം, അപ്പോൾ അവളുടെ മരണം ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങളുടെ ഡോക്ടർ സമൂഹത്തിൽ തന്നെ വളരെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ശേഷമാണ് സ്വന്തം പ്രതിരോധവും എല്ലാം നമ്മുടെ സ്വന്തം കയ്യിലാണെന്ന് എനിക്ക് മനസ്സിലായത്. നമുക്കിട്ടൊരു അക്രമം വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓടി രക്ഷപ്പെടാനുള്ളൊരു മനസ്സെങ്കിലും നമുക്ക് വേണം. ജയ്പൂരിൽ നടന്ന നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഡോക്ടർ അനു വെറും കൈയോടെ മടങ്ങിയില്ല. 2 മെഡലുകളാണ് ഡോക്ടർ ബോക്സർ ഇടിച്ചിട്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഒപ്പണൻറ്റിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടിറങ്ങിയാലും കുഴപ്പമില്ല, നമുക്ക് പറയാനൊരു കഥയായാലും ഇത്രയും വലിയൊരാളുടെ മുമ്പിലാണ് നമ്മൾ പരാജയപ്പെട്ടതെന്ന് പറയാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കയറിയപ്പം നമ്മുടെ ഗുരു പറഞ്ഞ അതേ രീതിയിൽ നമ്മൾ ഫൈറ്റ് ചെയ്തിറങ്ങുക ചെയ്തത്. കിക്ക് ബോക്സറായ ഡോക്ടറെ പിന്തുണച്ച് ആരോഗ്യമന്ത്രി തന്നെ എത്തി. ഫോണിൽ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. മാഡം അത്രയും തിരക്കിലുള്ള ഒരു പേഴ്സൺ നമ്മൾ ചെറിയൊരു അച്ചീവ്മെൻറ്റിനെ കാണുകയും ഒരു സ്ത്രീയോട് അനുമോദിക്കുന്നത് എങ്ങനെ, ഒരു സ്ത്രീക്ക് വേണ്ടി നിൽക്കുന്നത് എങ്ങനെയെന്ന് ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുകയാണ് ചെയ്തത്. അത്രയും പോസിറ്റീവായിട്ടൊരു റെസ്പോൺസാണ് മാഡം എനിക്ക് തന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. 35 വയസ്സുള്ള ഈ ഡോക്ടർ ഇന്ന് 2 കുട്ടികളുടെ അമ്മ കൂടിയാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ഇതിലൂടെ ഈ ഡോക്ടർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വനിതകളോടും ഇവർക്ക് പറയാനും ചിലതുണ്ട്. അവനവൻ്റെ സന്തോഷം, സമാധാനം, ആരോഗ്യം ഇത് അവനവൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കാൻ അവനവൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് ചെയ്താൽ സന്തോഷമായിട്ട് പോവാം. അതുവഴി നമുക്ക് കുടുംബവും വളരെ സന്തോഷമായിട്ട് പോകാൻ പറ്റും. പെൺകരുത്തിൻ്റെ ഉത്തമ ഉദാഹരണമാകുകയാണ് ഡോക്ടർ അനു. മന്ത്രി വീണ ജോർജ് പറഞ്ഞ പോലെ ഇഷ്ടവും ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.